ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇതേണ്ട ഒരു ട്രിപ്പ് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഈ ട്രിപ്പ് പോയതിൻ്റെ ക്ഷീണത്തിൽ എനിക്ക് 2-3 ദിവസം വീഡിയോ തന്നെ ഇടാൻ പറ്റിയിട്ടില്ല. പനി പിടിച്ചു ഗായ്സ്. അപ്പോൾ ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ 3 പേരും കൂടാണ് ഇന്ന് ട്രിപ്പ് പോകാനായിട്ട് ഇറങ്ങിയത്. ഗോപികയും രോഹിണി ഞാനും കൂടി പോകാൻ ഇറങ്ങി. ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ പിടിച്ച് നമ്മുടെ ആന വണ്ടിയൊക്കെ പിടിച്ചാണ് പോകുന്നത്. സീറ്റൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും. നമ്മളാണ്ട് അവിടെ നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലത്തു നിന്ന് കേട്ടോ ഫുഡ് കഴിച്ചത്. ഫ്രൈഡ് റൈസ് ആയിരുന്നേ കഴിച്ചത്. അവിടെ ഇരുന്ന് നേരെ നോക്കിയാൽ നമുക്ക് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാം. അപ്പം ഞങ്ങൾ വേണ്ടേ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് വേണം അകത്ത് കയറാനായിട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് കറക്റ്റ് വരാനുള്ള പൈസ ഞങ്ങൾ കയ്യിലെടുത്തിട്ടുള്ളായിരുന്നു. അവിടെയൊക്കെ ഗൂഗിൾ പേ കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ പെട്ടു. അവിടെ നമ്മൾ വേണ്ട ക്യാഷാണ് അടച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട താഴോട്ട് പോവാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോഴാട്ടോ വെള്ളച്ചാട്ടം കാണുന്നത്. എന്നാൽ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് പോയി ഇരുന്നിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല വെയിൽ വന്നു. അതുവരെ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ വെള്ളച്ചാട്ടം കാണാൻ. നല്ല ശക്തിയിൽ ഒഴുകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ 2-3 ദിവസം മഴ അടുപ്പിച്ച് പെയ്താൽ പിന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗി, നല്ല തിരക്കും കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു എന്ന് തന്നെ പറയാം. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ നനഞ്ഞ് കയറി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി താഴെ എത്തുമ്പോഴത്തേക്ക് തൊട്ടേ നനഞ്ഞു തുടങ്ങും. ഇവിടെ തൊട്ടേ നനഞ്ഞു തുടങ്ങി. നന്നായിട്ട് വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണോ വേണ്ടോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുവാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് നനയും. തിരിച്ചും ബസ്സിൽ തന്നെ വേണ്ടതെന്നൊക്കെ കരുതി കുടയൊക്കെ എടുത്ത് പിടിച്ചു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് കരുതി ഞാൻ കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാം. പക്ഷേ ഫോട്ടോസ് ഒന്നും കിട്ടുന്നില്ല. മൊത്തം കോട മഞ്ഞ് പോലെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫോണിൽ പകർത്താൻ കഴിയുന്നതിനേക്കാട്ടിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. ഓരോരുത്തരായിട്ട് ഇതാ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത്യാവശ്യം ഞങ്ങൾ എല്ലാവരും കുറച്ച് നനഞ്ഞു. അപ്പോഴത്തേക്ക് കുട മടക്കി വെക്കാന്നുള്ള തീരുമാനമായി. പിന്നെ അങ്ങോട്ട് കുറച്ച് നനഞ്ഞാൽ പിന്നെ ഫുൾ വൈബാണല്ലോ. നനഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ അടുത്തോട്ട് നീങ്ങി നിൽക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പം എനിക്ക് പനി വന്ന എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത്രയും നനഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും പനി വരൂലേ. അങ്ങനെ പിന്നെ എന്തായാലും ഒന്നും നോക്കില്ല. അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് വിശന്നൊക്കെ തുടങ്ങി. അപ്പം മൊത്തത്തിൽ ഒരു റൗണ്ട് കൂടെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോയി നിന്ന് കുറച്ച് വെട്ടമൊക്കെ നോക്കി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കയറി ഒന്ന് നിന്ന് തോരാനായിട്ട് കയറി നിന്നിട്ടോ. നന്നായിട്ട് നനഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് വിശന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു കുർക്കുറെ ലേസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആദ്യം ഇരുന്നിടത്ത് പോയിരിക്കാമെന്ന്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ചൂടുണ്ടായിരുന്നു, ഉണങ്ങും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടമായില്ലേ ലൈക്ക് സബ്സ്ക്രൈബ്